നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായ സമയത്ത് ആദ്യന്തം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഭക്ഷണം വിതരണം ചെയ്തവരെ ഇക്കുറി അവരെ ഭക്ഷണവുമായിട്ട് ഇങ്ങോട്ട് വരാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം, എന്താണ് പ്രശ്നം? ഞങ്ങളൊരു വലിയ സങ്കടത്തിലാണ്. 30 ദിവസം 1600ഓളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം വിതരണം നടത്തിയ ആളുകളാണ്. ഇന്ന് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ചൂരൽമലയിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ആ ഒരു കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് ഇവിടെ വന്നിട്ട് 4 ദിവസമായി ഭക്ഷണ വിതരണത്തിന് തയ്യാറായി ഭക്ഷണം വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ചില ഉദ്യോഗസ്ഥന്മാർ ഭക്ഷണം കൊണ്ട് ഈ പ്രദേശത്തേക്ക് വരാൻ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ആട്ടി ഓടിക്കുന്നൊരു പ്രവണതയാണ്. ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് 100 ആളുകളോട് ചോദിച്ചാൽ 90-80 പേരെങ്കിലും ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റി ദാഹം മാറ്റിയവരാണ്. ഞങ്ങൾ വെറുതെ ഈ പ്രദേശം കാണാനോ അതല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രവൃത്തികൾ തടസ്സം ചെയ്യാനോ വന്ന ആളുകളല്ല. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ ഈ പാവപ്പെട്ട മണ്ണിനടിയിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകളെ രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷപ്പെടുത്തുന്ന ജീവനക്കാർക്ക് പോലും ഞങ്ങൾ ഭക്ഷണം എത്തിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തി അവർക്കൊരു താങ്ങായിക്കൊണ്ട് അവരെ കൂടെ നിൽക്കാനാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങളെ ഈ പ്രദേശത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സങ്കടം. എന്താണ് അവ പറയുന്നത്? ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് നിങ്ങളെ വിലക്കുന്നത്? എന്താണ് തടസ്സമായിട്ട് കാണുന്നത്? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഗവൺമെൻറ് തന്നെ ഇവിടെ 5000ഓളം ഭക്ഷണം 6000ഓളം ഭക്ഷണം ഇവിടെ വിതരണം നടത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും ഇവിടെ ഭക്ഷണം വിതരണം നടത്തേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ കൂടിയിട്ടുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചാൽ അറിയാം, അവർക്കൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭക്ഷണം അല്ലെ ഗവൺമെൻറ് നമ്മൾ കുറ്റം പറയല്ല, ചില ഉദ്യോഗസ്ഥന്മാർ എത്തിക്കുന്ന ഭക്ഷണം ഒന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല. കാരണം അവർ ജോലി ചെയ്യുന്നത് ദുരിതാശ്വാസ ദുരന്ത മേഖലയിലാണ്. ആ മേഖലയിലേക്ക് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് അവരെ കണ്ട് അവരെ സ്പോട്ടിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. അവരെ കഴിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് കഴിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങുന്നത്. അത്തരം പ്രവൃത്തികളൊന്നും ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ ദുരന്ത മേഖലയിൽ തുടക്കം മുതൽ അവസാനം വരെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അനുവാദം പാസ് അനുവദിച്ച് കിട്ടണം എന്നുള്ളൊരാവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കല്ലാതെ മറ്റുള്ള ഇവിടെ കാഴ്ചക്കാരായി നിൽക്കാനോ അതല്ലെങ്കിൽ കാഴ്ച കണ്ട് മടങ്ങാനോ അല്ല കടച്ചിക്കുന്ന് കൂട്ടായ്മ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുള്ള അനുവദിക്കണം എന്ന് മാത്രമാണ് ആവശ്യപ്പെടാനുള്ളത്. 24 കിലോമീറ്റർ ദൂരത്ത് നിന്ന് എല്ലാ ദിവസവും 2 മണി വെളുപ്പിന് 2 മണി മുതൽ ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവരുന്നത്. അതാത് സമയങ്ങളിൽ ഈ രക്ഷാപ്രവർത്തകരുടെ കൈകളിൽ എത്തിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു സേവനം നടത്തണമെന്നുള്ള ഇതുകൊണ്ടാണ് ഞങ്ങൾ എത്തുന്നത്. അതിന് ഇനി തടസ്സം നിൽക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്തായാലും ചൂരൽമല ദുരന്തത്തിൽ നിങ്ങളുടെ സജീവമായ ആ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് പ്രശസ്തി പത്രവും ലഭിച്ചിട്ടുണ്ട് അല്ലേ? ജില്ലാ തീർച്ചയായിട്ടും അല്ലേ? 2018 നടന്ന ആ വലിയ ദുരന്തത്തിൽ ഞങ്ങളുടെ സേവനം 30 ദിവസം, ഒരു ദിവസം അല്ല 30 ദിവസം ഞങ്ങൾ നടത്തിക്കൊണ്ടാണ് കലക്ടറേറ്റിൽ ഞങ്ങളെ വിളിച്ചു വരുത്തി ആ സേവനത്തിനുള്ള സാക്ഷ്യപത്രം നൽകിയിട്ടുള്ളത്. ഇന്നും ഞങ്ങൾ 1-2 ദിവസം മാത്രം നടത്തിയിട്ട് പോകാനും അല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. എത്ര ദിവസമാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്? അത്തരം ദിവസങ്ങളിൽ ഇവിടെ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കണം. ഞങ്ങളുടെ പോളിസി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരാളും വിശന്നിരിക്കാനോ ദാഹിച്ചിരിക്കാനോ പാടില്ല എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. അതിനുള്ള അനുവാദം ഞങ്ങൾക്ക് പാസ് അനുവദിച്ചു തരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാ സേവനങ്ങളിലും പങ്കാളികളാക്കണം. അതിനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും അനുവദിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പരാതി അധികൃതരുടെ മുന്നിലേക്ക് എത്തിക്കാം. രോഹിണി, ഇതുപോലെയാണ് ഈ ദുരന്ത മുഖത്ത് സഹായഹസ്തങ്ങളുമായി എത്തുന്ന നിരവധി ആളുകളുണ്ട്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. അവ കൊടിയുടെ നിറം നോക്കാതെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് തയ്യാറായി നിൽക്കുന്നവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥർ അവർക്ക് തടസ്സം നിൽക്കുന്നു. ഇപ്പം ഞങ്ങൾ തന്നെ ബുദ്ധിമുട്ടുകയാണ്. അതായത് മേപ്പാടിയിൽ നിന്ന് ഈ ദുരന്ത മേഖലയിലേക്ക് വരണമെങ്കിൽ ഒരു മേഖലയിൽ മാധ്യമപ്രവർത്തകരെ തടയുകയാണ്. അതിനുശേഷം ഏകദേശം 2-2.5 കിലോമീറ്റർ നടന്നാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം വളരെ മോശമാണ്. ഒരുപക്ഷെ കൂടുതൽ വാഹനങ്ങൾ വരുന്നത് കൊണ്ട് ആ ബാഹുല്യമൊക്കെ തടയാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ എങ്കിലും ഈ മേഖലയിൽ വളരെ സജീവമായി വ്യാപരിക്കേണ്ട ഞങ്ങളെപ്പോലുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥർ തടയുന്നു എന്നതിൽ വലിയ വിഷമമുണ്ട്.